الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ സന്ദർഭങ്ങളിൽ പാലിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യനെ ആദരിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മനുഷ്യനെ ആദരിച്ചു എന്ന് പറയുമ്പോൾ ഓരോ ആണിനെയും പെണ്ണിനെയും ഇസ്ലാം ആദരിച്ചു എന്നു തന്നെയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും അവൻ നിർവഹിക്കേണ്ട ചുമതലകളും കൂടെ തന്നെ ഇസ്ലാം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കേൾക്കുന്ന ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരു ഡോക്ടറുടെ ആത്മഹത്യയാണ്. സമൂഹമൊന്നടങ്കം മോശമാണ് എന്ന് പറയുന്ന, ശരിയല്ല എന്നാവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ആ ആത്മഹത്യയുണ്ടായിരിക്കുന്നത്. അത് സംഭവിച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലാണ് എന്നറിയുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനും അതുവഴി എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഒന്ന് താറടിച്ച് കാണിക്കാൻ
ഒരവസരം കിട്ടുമോ എന്ന് നോക്കുകയും ചെയ്യുകയാണ് ചില ആളുകൾ ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, കൃത്യമായ നിലപാടുകളുമുണ്ട്. ഏതെങ്കിലും മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു അധർമ്മം കൊണ്ട്, ഒരു തിന്മ കൊണ്ട് ഇസ്ലാമിനല്ല ചീത്തപ്പേര് സംഭവിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിനപ്പുറത്തേക്കോ മറ്റോ ആളുകൾ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ ഒരിക്കലും തന്നെ പറയാൻ സാധ്യമല്ല, പറയാൻ പാടുള്ളതുമല്ല. എന്താണ് ഇസ്ലാം? മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരാണും ഒരു പെണ്ണും ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ, ഒരു ആണിൻ്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും അവൻ്റെ ലൈംഗികമായ താല്പര്യങ്ങളുമൊക്കെ അത് എങ്ങനെയാണ് അവൻ നിറവേറ്റേണ്ടത് എന്നുള്ളതിൽ ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട് പഠിപ്പിച്ചിട്ടുണ്ട്. വിവാഹമെന്ന് പറയുന്ന പവിത്രമായ മഹത്വമേറെയുള്ള ഒരു കർമ്മത്തിലൂടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കണമെന്നാണ്. രണ്ടിടങ്ങളിൽ ജനിച്ച്, രണ്ട് കുടുംബങ്ങളിൽ വളർന്ന്, രണ്ട് സംസ്കാരങ്ങളുമായി മുന്നോട്ട് പോയ രണ്ടാളുകൾ എല്ലാം പകുത്തും പങ്കുവച്ചും പങ്കിട്ടും സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന അതിമനോഹരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന വിവാഹത്തിലേക്ക് അവർ പ്രവേശിക്കണമെന്നാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവാഹത്തെ, കുടുംബജീവിതത്തെ അല്ലാഹു വിശേഷിപ്പിച്ചത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമെന്നാണ്. ഭൂമി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ആകാശം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. മഴ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, വമിൻ ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്കു നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണകളെ അവൻ സൃഷ്ടിച്ചു എന്ന്. മനുഷ്യന് ഇണയായിട്ടൊരു മലക്കിനെയല്ല തീരുമാനിച്ചത്. ആ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന, ആ മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന മറ്റൊരു പെണ്ണിനെ അവരുടെ കൂട്ടത്തിൽ നിന്നു തന്നെ അള്ളാഹു സൃഷ്ടിച്ചു, ഇണയാക്കി എന്നാണ്. എന്തിന്? ലിതസ്കുനൂ ഇലൈഹാ, അവളിലേക്ക് അവൻ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനാണ് കുടുംബം. അതിനാണ് വിവാഹമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാത്രല്ല, അങ്ങനെ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊരു വിവാഹം നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്യുന്നു? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു അവർക്കിടയിൽ കാരുണ്യം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. നേരിട്ട് ഒരു തവണ മാത്രം കണ്ടിട്ടുള്ള രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരിക്കലും പിരിയാൻ കഴിയാത്ത രൂപത്തിലുള്ള സ്നേഹബന്ധത്തിലേക്കും പങ്കുവെക്കലുകളിലേക്കും അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുന്നതിലേക്കും എങ്ങനെയാണ് എത്തിയത്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ആ കാരുണ്യത്തെയും ആ സ്നേഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവർക്കിടയിൽ ഇട്ട് നൽകുന്നത് എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ആലോചിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി അത് പരിചയപ്പെടുത്തി വിവാഹത്തെ. മാത്രമല്ല, വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. പ്രായപൂർത്തിയായാൽ, വിവാഹത്തിന് പ്രായമായാൽ പിന്നെ വൈകിപ്പിക്കേണ്ടതില്ല. യാ മഅ്ശറ ശബാബ്, യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, വിവാഹത്തിനുള്ള ഒരു പ്രായമായോ നിനക്ക്? ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള ആവത് നിനക്കുണ്ടോ? ശാരീരികമായ ആരോഗ്യം നിനക്കുണ്ടോ? ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ ലൈംഗികാവയവങ്ങളെ സുരക്ഷിതമാക്കാൻ,
അവന്റെ കണ്ണുകളെ താഴ്ത്താൻ അവൻ വിവാഹം കഴിക്കട്ടെ. വിവാഹം കൊണ്ട് അവന് ലഭിക്കുന്ന നേട്ടമാണത്. അവന്റെ കണ്ണുകൾ അവന് നിയന്ത്രിക്കാൻ കഴിയും. അവന്റെ ലൈംഗികാവയവങ്ങളെ തെറ്റിന്റെ വഴിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിന് സാധിക്കാത്തവരാണെങ്കിൽ അവർ നോമ്പനുഷ്ഠിക്കട്ടെ, അതവർക്ക് പരിചയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. വിവാഹം കഴിഞ്ഞാൽ രണ്ടുപേരും വളരെയേറെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നിസ്സാരമായി കാണേണ്ട ഒന്നല്ല വിവാഹം. ഇന്ന് വിവാഹം നടക്കുന്നു, നാളെ ത്വലാഖുകൾ നടക്കുന്ന ഒരു കാലമായി നമ്മുടെ നാട് മാറുന്നുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറഞ്ഞത്? വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, ബലിഷ്ഠമായ ശക്തിമത്തായ ഒരു കരാറാണ് നിങ്ങൾ വാങ്ങിയത് എന്നാണ്. അത് നിസ്സാരമായ കാര്യങ്ങൾക്കും കാരണങ്ങളും പറഞ്ഞ് വലിച്ചെറിയാൻ പറ്റുന്നതല്ല. അതെന്തിൻ്റെയും ഒക്കെ പേരിൽ അവസാനിപ്പിക്കാനല്ല ഉള്ളതല്ല കുടുംബജീവിതവും വൈവാഹിക ജീവിതവുമെന്ന് ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വൈവാഹിക ജീവിതം അത് കുറ്റമറ്റതായി മുന്നോട്ട് പോകാൻ കഴിയണം, അതിന് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, അതിന് ആദ്യത്തിൽ തന്നെ ഇസ്ലാം പഠിപ്പിച്ചു എങ്ങനെയായിരിക്കണം വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന്. വിവാഹത്തിൻ്റെ ആലോചനകളുടെ വേളയിൽ തന്നെ മാന്യതയും സംസ്കാരവും ദീനും അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹങ്ങൾ നടക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തുൻഖഉൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടുന്നു. ലിമാലിഹാ വലി ഹസബിഹാ വലി ജമാലിഹാ വലി ദീനിഹാ, അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി, അവരുടെ കുടുംബ മഹിമക്ക് വേണ്ടി, അവളുടെ ധനത്തിന് വേണ്ടി, വലി ദീനിഹ, അവളുടെ ദീനിന് വേണ്ടി. ഇതിനൊക്കെ ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട് എന്നാണ്, വിവാഹം കഴിക്കുന്നുണ്ട്. നല്ല കുടുംബമാവണം, നല്ല മഹിമയാകണം. അതിൻ്റെ പേരിൽ എനിക്ക് വീണ്ടും വീണ്ടും നാട്ടുകാർക്കിടയിൽ, ആളുകൾക്കിടയിൽ അംഗീകാരവും ബഹുമതി ഉണ്ടാകണം. ആളുകൾ അങ്ങനെ ആഗ്രഹിച്ചിട്ട് വിവാഹം കഴിക്കുന്നു, മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിച്ച് വിവാഹം കഴിക്കുന്നു. എന്നാൽ വലി ദീനിഹ, ദീനിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. ഒരു ധാർമ്മിക ബോധമുള്ള പെൺകുട്ടി അതായിരിക്കണം തൻ്റെ ഇണയെന്ന്. തൻ്റെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പെണ്ണാകണം തൻ്റെ ഇണയായി വരേണ്ടത്, എൻ്റെ മക്കളുടെ ഉമ്മയാവേണ്ടത് എന്ന് ആ ധാരണയിൽ വിവാഹം കഴിക്കുന്നവരുണ്ട്. എന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫൾഫർ ബിദാത്തി ദീൻ തരിബത്തി യദാക്, നിന്റെ കൈകളിൽ മണ്ണ് പുരളേണ്ടി വന്നാലും, അല്പം കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും നീ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, വിവാഹത്തിൻ്റെ ചെലവുകൾ ആർക്കാണ്? ഒരു വിവാഹത്തിൽ ആരാണ് പണം ചെലവഴിക്കേണ്ടത്? അവൻ്റെ കാര്യങ്ങൾക്കും അവളുടെ കാര്യങ്ങൾക്കും ആരാണ് പണം ചെലവഴിക്കേണ്ടത്? ഇസ്ലാം കൃത്യമായി നമ്മളോട് പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ ഒരു കൈകാര്യ കർത്തൃത്വം അത് പുരുഷന്മാർക്കാണ്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, ചില കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അതെന്താ? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന ഉത്തരവാദിത്തം ഒരാണ് ചെയ്യുമ്പോൾ അവൻ കെട്ടിയ പെണ്ണിന്റെ മേലൊരു കൈകാര്യ കർത്തൃത്വമുണ്ട്. ഇസ്ലാം പറഞ്ഞ കാര്യമാണ്. അള്ളാഹു ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? തൻ്റെ കുടുംബത്തിൻ്റെ ചെലവ് നോക്കണം, മക്കളുടെ ചെലവ് നോക്കണം, വീടും മറ്റ് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ പോകേണ്ടവനാണ്. അതിൻ്റെ ഉള്ള ഒരു അംഗീകാരവും ഒരു ദർജയും പദവിയൊക്കെ പടച്ചു തമ്പുരാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇന്ന് വിവാഹമെന്ന് പറയുന്നത്, ഒരു പുരുഷന് തനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി എല്ലാ ഉത്തരവാദിത്തങ്ങളും ചിലവുകളും ആ പിതാവ് വഹിക്കേണ്ടി വരുന്ന ദുഃഖകരമായ കാഴ്ചയാണ്. ഇസ്ലാം അതിന് ഒരിക്കലും ആർക്കും കുറ്റപ്പെടുത്താൻ വഴി കൊടുത്തിട്ടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നാണ്, അങ്ങോട്ട് മഹർ കൊടുക്കണം എന്നാണ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആ മഹർ എന്താണെന്ന് ആവശ്യപ്പെടാൻ പോലും അവർക്ക് സൗകര്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിലെ വിവാഹം നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ അനവധി മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഇന്ന് സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള വിവാഹ ജീവിതത്തെ അള്ളാഹു നിയമമാക്കിയ നിയമങ്ങളെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കച്ചവടവൽക്കരിക്കപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീധനം എന്നുള്ളത് ഏറ്റവും വലിയ
ദുരന്തമായി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ആത്മഹത്യകൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു. ഇന്നലെയും മിനിയാന്നും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വാർത്തയായത്, വാർത്ത ആകാത്തത് എത്ര. അല്ലെങ്കിലും ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മളെ പറ്റിയൊരു വർത്തമാനമുണ്ട്. കേരളത്തിലെ മനുഷ്യർക്ക് അവർ വലിയ സംസ്കാര ജീവികളാണ് എന്നും വിദ്യാസമ്പന്നരാണ് എന്നും ഏറ്റവും വലിയ സാക്ഷരത നേടിയവരാണ് എന്നും എല്ലാവർക്കും മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരാണ് എന്നും അതെല്ലാം പറയുന്ന, വിദ്യ നേടി അറിവ് നേടിയിട്ട് തിരിച്ചറിവെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവൻ അവൻ പറയുകയാണത്രേ, എനിക്ക് 150 പവൻ വേണം, 15 ഏക്കർ വേണം, ഇന്ന കാറ് വേണം. എത്ര മോശമാണ്! തൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനങ്ങളും പങ്കിടാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ താങ്ങാകാൻ വേണ്ടി വരുന്ന ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ പിതാവിനോട് വില പറയാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് കഴിയുക? മനുഷ്യത്വമുള്ള ഒരുത്തിന് എങ്ങനെയാണ് കഴിയുക? ഒരിക്കലും സംഭവിച്ചുകൂടാ. എങ്ങനെ ഹലാലാവാനാണ്? സ്ത്രീധനമെന്ന് പറയുന്ന വഴിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന പണം അത് എങ്ങനെ ഹലാലാകാനാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി പറഞ്ഞു, വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ല. സ്ത്രീകൾക്ക് നിങ്ങൾ മഹർ കൊടുക്കുകയെന്നാണ്. സ്ത്രീകൾക്ക് നിങ്ങൾ മഹർ കൊടുക്കുകയെന്നാണ്. വിലപേശി സ്വന്തം അമ്മോശന്റെ ഭാര്യയുടെ പിതാവിൻ്റെ കരളൂറ്റി കുടിച്ച് അതുകൊണ്ട് ജീവിക്കുകയും അതുകൊണ്ട് കച്ചവടം നടത്തുകയും അതുകൊണ്ട് ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നവൻ എത്ര മോശപ്പെട്ടവനാണ്! അവനെ ആണെന്ന് വിളിക്കാൻ സാധ്യല്ല. നട്ടല്ലില്ലാത്തവൻ എന്ന് നമ്മൾ പറയാറില്ലേ? അത്തരം ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ ആരും ചെന്നു ചാടാതിരിക്കണം. സ്ത്രീധനം നമ്മൾ വാങ്ങാനും പാടില്ല, അത് കൊടുക്കാനും നിൽക്കരുത്. അങ്ങനെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുത്ത് നാളെ റബ്ബിൻ്റെ മുമ്പിലേക്കുള്ള ജീവിതത്തെ സ്വസ്ഥാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തേരെയോ, നാളെ പരലോകത്തൊരു നിമിഷമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ കാല് അതൊന്ന് അനക്കാൻ പോലും കഴിയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്ന. നിന്റെ ആയുസ് നീ എന്തിനാണ് ചെലവഴിച്ചത് എന്നതിന് ഉത്തരം പറയാതെ, വഅൻ ഇൽമിഹി ഫീമാ ഫഅല. നീ നിനക്ക് ലഭിച്ച അറിവ് കൊണ്ട് നീ എന്താണ് ചെയ്തത് എന്ന് പറയാതെ, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു. നീ എവിടെ നിന്നാണോ സമ്പാദിച്ചത്? എവിടെ നിന്നാണ് നീ സമ്പാദിച്ചു കൂട്ടിയത്? എന്തിലാണ് നീ ചെലവഴിച്ചത് എന്നതിനെക്കുറിച്ച് ഉത്തരം പറയണമെന്നാണ്. വഅൻ ജിസ്മിഹി ഫീമാ അബ്ല. നീ നിന്റെ ശരീരത്തെ എങ്ങനെയാണ് നീ നശിപ്പിച്ചത് എന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ വെച്ച കാലൊന്ന് നീക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പണത്തിൻ്റെ ഒക്കെ കണക്ക് പറയാൻ? ഇവിടെ മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞു തീർക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? സാധ്യമാണത്. പിന്നെയാണോ റബ്ബിന്റെ മുമ്പിൽ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതുന്നത്? അല്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. സ്ത്രീധനമായി എന്ത് വാങ്ങിയോ അതെല്ലാം നാളെ റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ കണക്ക് അവതരിപ്പിക്കുമെന്ന് ബോധ്യപ്പെടുത്തണം. നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങളെ അന്യോന്യം ബാത്തിലായ രൂപത്തിൽ മറ്റുള്ളവന്റെ സമ്പത്തുകൾ തിന്നാൻ നിൽക്കരുത് എന്നാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അധികാരികൾക്ക് മുമ്പിലും കോടതികൾക്ക് മുമ്പിലും കൊണ്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യരുത് എന്നാണ്. തനിക്ക് അർഹതപ്പെടാത്തത് തൻ്റെതാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയാണ് ഏറ്റവും വലിയ നന്മ, അതുപോലെ തന്നെ ഏറ്റവും വലിയ ധനം എന്നെല്ലാമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ജാഹിലിയത്തിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു തലമുറയ്ക്ക്, ഒരു സമൂഹത്തിന്, പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശം നൽകി, സ്വത്തവകാശം നൽകി, ഏറ്റവും വലിയ പദവികൾ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, സ്ത്രീകൾക്ക് ഇന്ന പദവിയുണ്ട്, ഇന്ന പദവിയുണ്ട്, ഇങ്ങനെ ഉണ്ട് അല്ലേ? 2 പെൺകുട്ടികളെ പോറ്റി വളർത്തി സംസ്കാരത്തോടുകൂടെ വളർത്തി വിവാഹം കഴിച്ചു വിട്ടാൽ ആ പിതാവിന് വലിയ ദറജ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീകളെ സംരക്ഷിക്കാൻ, അവർക്ക് സമാധാനം കിട്ടാൻ, അവർക്ക് സ്വസ്ഥത കിട്ടാൻ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. അതാണ് വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ടത്. എന്നാൽ ഇന്ന് വിവാഹത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരാണ് എന്നുള്ള നിലക്ക് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അഭിമാനത്തോടു കൂടെ കഴിയണം. ഒരു പെണ്ണ് എന്നുള്ള നിലക്ക്
തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ ഭർത്താവിനോടാണ് തൻ്റെ പിതാവിനേക്കാളേറെ എനിക്ക് ഉത്തരവാദിത്തമെന്ന തിരിച്ചറിവ് ഒരു പെണ്ണിനുണ്ടാവണം. അതെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിനേക്കാൾ വലിയ ഉത്തരവാദിത്തം എനിക്ക് എൻ്റെ ഭർത്താവിനോടാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആരാണ് നല്ല പെണ്ണെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? നിന്നോട് കൽപ്പിച്ചാൽ നീ അനുസരിക്കണമെന്നാണ്. ഏതൊരാണിനോട് നിങ്ങൾ ചോദിക്കൂ പെണ്ണെങ്ങനെയാകണമെന്ന്, പ്രത്യേകിച്ചൊന്നുമില്ല, പറഞ്ഞാൽ അതൊന്നാണ് അനുസരിച്ച് കിട്ടിയാൽ മതി എന്നാണ്. അനുസരിക്കും, പക്ഷേ 4 തർക്കുത്തരങ്ങൾ പറഞ്ഞും മറ്റുമൊക്കെ അനുസരിക്കുമ്പോൾ എന്തിനാണ് ആ നന്മകൾ, ആ പാപങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരാണ് നിങ്ങളിൽ ഏറ്റവും മാന്യൻ? നിങ്ങൾ നിങ്ങളുടെ വീടുകളിലുള്ളവരോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് മാന്യൻ എന്നാണ്. അങ്ങാടിയിൽ വന്ന് മാന്യത കാണിക്കുന്നവനല്ല, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മക്കളോട് സ്നേഹത്തോടെ വർത്തമാനങ്ങൾ പറയാൻ കഴിയണം, അവരെ സ്നേഹത്തോടെ തലോടാൻ കഴിയണം, സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ കഴിയണം, അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയണം. അവിടെ ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയുന്നവൻ അവനാണ് ഏറ്റവും മാന്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വൃത്തിയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മഹറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു വാചകം കൂട്ടിച്ചേർക്കാനുള്ളത്, പുതിയ കാലത്ത് സ്ത്രീക്കത് പറയാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ, ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ പോലെ തന്നെ ഏറ്റവും നല്ല വിവാഹമെന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ വിവാഹമെന്നാണ്. ചില പണ്ഡിതന്മാർ അത് മഹറിൻ്റെ വിഷയത്തിലാണ് എന്ന് പറഞ്ഞു. അതെ, ഒരാളെ കൊണ്ട് നൽകാൻ കഴിയുന്നത് ചോദിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നാലാവുന്നത് ഞാൻ നൽകുന്നു എന്ന നിയ്യത്തിൽ നല്ലത് വൃത്തിയായി നൽകുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഖൈറുൻ നിക്കാഹി ഐസറുഹു എന്ന് പറഞ്ഞിടത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവാഹം തന്നെ ചെലവ് ചുരുങ്ങിയ രൂപത്തിലാകണം എന്നാണ്. മഹർ മാത്രമല്ല, വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെലവ് ചുരുങ്ങണമെന്നാണ്. ഇന്ന് 4 ആളുകൾ വിവാഹം നടത്തുന്നു, അതിനപ്പുറത്ത് പാവപ്പെട്ട 4 ആളുകൾ നെഞ്ചത്തടിച്ച് കഴിയാണ്. എങ്ങനെ വിവാഹം നടത്തുന്ന ആലോചിക്കുകയാണ്. സഹോദരങ്ങളെ, ധൂർത്തും അതുപോലെ തന്നെ അനാവശ്യ ചിലവുകളും ഉണ്ടാക്കി റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു രൂപത്തിൽ വിവാഹങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തെല്ലാം ധൂർത്തുകളാണ്! 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹങ്ങൾ നടത്തിയിട്ട് എന്ത് നേടി? അത്രയും ഭക്ഷണം വേസ്റ്റാക്കിയതിന് റബ്ബിനോട് കണക്ക് പറയണ്ടേ? വേണ്ടി വരില്ലേ? നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് അൽഹംദുലില്ലാ, അത് നന്മയിൽ ചെലവഴിക്കാൻ നമ്മൾ പഠിക്കുക. എല്ലാവരെയും വിളിച്ചും സൽക്കരിച്ചും തന്നെ വിവാഹങ്ങൾ നടത്തണമെന്നൊന്നുമില്ല. ലളിത വിവാഹങ്ങൾക്ക് ഈ കേരളത്തിൽ തന്നെ മികച്ച ഒരു മാതൃക നമ്മുടെ മുൻഗാമികൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വിവാഹത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യമില്ല, കൂടുതൽ ചിലവുകൾ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി. വിവാഹത്തിൻ്റെയൊക്കെ പേരിൽ, അതായത് സ്വന്തം സുരക്ഷിതത്വം, ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമെന്ന് കരുതി വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ്റെ ഫളിൽ നിന്ന് കൊടുത്തോളാന്നാണ്, അള്ളാഹു അവനെ സംരക്ഷിച്ചോളാന്നാണ്. അള്ളാഹു നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ രൂപത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക. വിവാഹങ്ങൾ പരിധി വിട്ട ഈ ഒരു കാലത്ത് മാന്യമായ സംസ്കാരബോധമുള്ള മാതൃകാപരമായ വിവാഹങ്ങൾക്ക് മഹല്ലുകൾ തീരുമാനമെടുക്കണം. സമൂഹത്തിലെ ഉന്നതന്മാരും മറ്റുമൊക്കെയുണ്ട്, അവർ തീരുമാനിക്കേണ്ടത് വലിയ ആർഭാട വിവാഹങ്ങൾക്ക് ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിലെ അത്തരം വിവാഹങ്ങളുടെ എണ്ണം കുറയും. പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരുപോലെ വിവാഹങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഈ ദൂർത്തൊക്കെ കാണിച്ചിട്ട് എന്താണ് നമുക്ക് നേട്ടം? അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വാചകം, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി ഗഫൂറാ. ഇന്നൽ മുബദ്ദിരീന, തീർച്ചയായും ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, കാനൂ ഇഖ്വാനശ് ശയാതീൻ, അവർ പിശാചിൻ്റെ സഹായികളാണ്, പിശാചിൻ്റെ കൂട്ടക്കാരാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി ഗഫൂറാ, ശൈത്താനാകട്ടെ അവൻ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്
എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ലളിതമാക്കാൻ കഴിയും. കോവിഡ് കാലത്ത് നാം ലളിതമാക്കിയിട്ടുണ്ട്. ആ കുടുംബങ്ങളൊക്കെ ഇന്ന് സന്തോഷത്തോടു കൂടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരണം. സ്ത്രീധനമടക്കമുള്ള സർവ ഈ രംഗത്തുള്ള തിന്മകൾക്കെതിരെയും ശക്തമായി നമ്മുടെ നാട്ടിലെ യുവാക്കളും പൊതുസമൂഹവും ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ടാകണം. ഞാനത് വാങ്ങില്ലെന്ന് പറയാനും ഞാനതുമായി സഹകരിക്കില്ലെന്ന് പറയാനുമൊക്കെ നമ്മൾ തൻ്റെ ഇടം കാണിക്കണം. മഹല്ലുകൾ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാഠങ്ങൾ വിശ്വാസി സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഒരു വിവാഹം ആരംഭിക്കേണ്ടത് ഒരാൾക്കൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ ആ കുടുംബവുമായി സംസാരിച്ച് ആ കുട്ടിയുടെ രക്ഷിതാവ് വലിയ വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ വിവാഹം സാധുവാകുന്നത്. ഇവിടെ നേരത്തെ കണ്ട് അവർ തീരുമാനിച്ച ഒരു പ്രണയത്തിൻ്റെ ബാക്കിപത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം അങ്ങനെയുള്ള പ്രണയബന്ധങ്ങൾക്ക് തീർത്തും എതിരായിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. എത്ര ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര ഉമ്മമാരുടെ ഉപ്പമാരുടെ കണ്ണീർ കഥകൾ നാം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. 18 വയസ്സും 20 വയസ്സുവരെ മാതാപിതാക്കൾ പോറ്റി വളർത്തിയിട്ട് ആ സമയത്ത് കാണുന്ന ഒരുത്തിന് മുമ്പിൽ തൻ്റെ മനസ്സും ശരീരവും കൊടുത്ത് സ്വന്തം മാതാപിതാക്കളെ 18 വർഷത്തെ മുഴുവൻ പരിചയമുള്ള മാതാപിതാക്കളെ വഞ്ചിച്ച് ഇറങ്ങിപ്പോകാൻ കഴിയണമെങ്കിൽ എത്രമാത്രം ക്രൂരമാണ് അത്തരക്കാരുടെ മനസ്സുകൾ എന്ന് നമ്മൾ ആലോചിക്കണം. അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പല ആളുകളും എന്നുള്ളതാണ്. ക്യാമ്പസുകളിലും മറ്റുമൊക്കെയായി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് യഥാർത്ഥമായ ദീൻ പരിചയപ്പെടുത്തി കൊടുക്കുക. വഴിവിട്ട വഴികളിലൂടെ മുന്നോട്ട് പോയാൽ അതിൻ്റെയൊക്കെ ദുരന്തം ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അതിൻ്റേതായ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞ നിയമങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാം, വിവാഹവും അതുമായി ബന്ധപ്പെട്ടതും എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, ആ ബന്ധം അത് ഇങ്ങനെ വിവാഹത്തിൻ്റെ ഒരു സാഹചര്യം വരുന്നു, അത് സ്ത്രീധനം ആവശ്യപ്പെടുന്നു, അടുത്ത തിന്മയിൽ വരുന്നു, അവസാനം അത് എത്തിച്ചേർന്നത് ആത്മഹത്യയിലാണ്. ആത്മഹത്യയാണോ പരിഹാരം? ജീവിതത്തിൽ എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത ഒന്നുണ്ടാകുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാൻ ഇന്നത്തെ തലമുറ വെമ്പൽ കൊള്ളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് മദ്രസ വിട്ട് വന്ന കുട്ടി സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞു എന്നാണ്. കൊടുത്തില്ലത്രേ. അല്പം കഴിഞ്ഞ് കുട്ടിയെ കാണാതെ നോക്കുമ്പോൾ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത് എന്നാണ്. കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള ധാരണകളും മറ്റുമൊക്കെ പകർന്നു നൽകുന്നത് സിനിമകളും സീരിയലുകളും സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ റീൽസുകളും മറ്റൊക്കെയാണ്. ഇതിനൊന്നും ഒരു സ്വാധീനം ഉണ്ടാവില്ല എന്നൊന്നും ആരും കരുതണ്ട. ഇതിനൊക്കെ വലിയ സ്വാധീനങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട്. അത് ഏറ്റവും നന്നായി ഇസ്ലാം വിരുദ്ധ മീഡിയകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സുകളിലേക്കടക്കം ഇത്തരത്തിലുള്ള ലിബറൽ ചിന്തകളും കാഴ്ചപ്പാടുകളും പതിയെ പതിയെ കൊണ്ടുവരുന്നിടത്ത് അവർ വിജയിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആത്മഹത്യ എത്ര വലിയ പാപമാണ്. എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അങ്ങനെ നാളെ നരകത്തിൽ വന്ന് വീണുകൊണ്ടേയിരിക്കുന്നതാണ്. ജീവിതത്തിൽ ആത്മഹത്യ പരിഹാരമല്ല. അള്ളാഹു നൽകിയ ഒരു ആയുസ് അത് നമുക്ക് തോന്നുമ്പോൾ അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പാടില്ലെന്ന് പറഞ്ഞ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ലെന്ന് പറഞ്ഞ, ആത്മഹത്യ പാപമാണെന്ന് പഠിപ്പിച്ച ഒരു പ്രവർത്തനത്തിലേക്ക് ഒരിക്കലും പോകാതിരിക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ആകുന്നു?
മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. എപ്പോഴാണ് മനസ്സ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? പാപങ്ങളിലും തിന്മകളിലും സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാനസിക സംഘർഷങ്ങൾ പലരെയും ആത്മഹത്യയിലേക്കും മറ്റുമൊക്കെ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനുമുള്ള പരിഹാരം പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നതാണ് പരിഹാരം. ആ പരിഹാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപക്കറകളും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നീ ഒരുക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങളാലും ദുരിതം അനുഭവിക്കുന്നവരാണ്. നാഥ, അവരുടെ ദുരിതങ്ങളും രോഗങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ് റബ്ബേ. അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് നീ ശിഫ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും നിന്നിലേക്ക് യാത്രയായവരാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം ഒരുമിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, കടം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും വലയുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീ ആശ്വാസം പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന, ദുരിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ മക്കൾ, നാഥാ, അവർക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നീ നൽകി അവരനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ തകർക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്ലാമിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا وأجر والدينا من النار. اللهم أدخلنا الجنة مع الأبرار. توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.